വീഡിയോയിലേക്ക് പോയി ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സാരി ബ്ലൗസിനൊരു പഫ് സ്ലീവ് തയ്ക്കുമ്പോൾ അതിനോടൊപ്പം അതിൻ്റെ ഡിസൈനും കൂടാണ് കാണുന്നത്. അപ്പം ഇങ്ങനത്തെ ബട്ടൺസ് നമുക്ക് ക്രാഫ്റ്റ് കടകളിൽ മേടിക്കാൻ കിട്ടും. ഒരു പാക്കറ്റായിട്ടും അല്ലെങ്കിൽ നമ്മൾ എണ്ണം അനുസരിച്ച് നമുക്കവർ തരും. അപ്പം നമ്മളത് അത്രയും വാങ്ങിച്ചുകൊണ്ട് ഇതുപോലൊരു പഫ് സ്ലീവ് നമുക്ക് തയ്ച്ചെടുക്കാം. അതിന് ഇത് ഹക്കോബയുടെ ഒരു മെറ്റീരിയലായിരുന്നേ. അപ്പോൾ അതിന് ലൈനിങ്ങൊക്കെ വെച്ചു ആണ് തയ്ക്കുന്നത്. കാരണം ഇതിന് ഹോളുള്ളതുകൊണ്ട് നമ്മൾ അതേ സെയിം കളർ ലൈനിങ് തുണി തന്നെ വെച്ചിരിക്കുന്നത്. ചിലർ അതിന് ഓപ്പോസിറ്റ് കളറൊക്കെ വെക്കും. അപ്പോൾ ഒന്നുകൂടെ ഈ ഹക്കോബയുടെ ഈ ഹോൾസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡിസൈനൊക്കെ നല്ലതായിട്ട് എടുത്ത് കാണും. ഇത് സെയിം കളർ തന്നെ വെച്ചാൽ ഡിസൈൻസ് ഒന്നും നമുക്ക് കാണത്തില്ല. പിന്നെ ചിലർക്ക് അങ്ങനെ വെക്കുന്ന ഇഷ്ടമല്ല, ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ 1/4 ഇഞ്ച് പഫ് സ്ലീവാണ്, 1/4 ഇഞ്ച് വീതിക്ക് പ്ലീറ്റിട്ട് തയ്ച്ച ഒരു പഫ് സ്ലീവാണ് ഈ കാണുന്നത്. അപ്പോൾ അത് മുകളിലും ഉണ്ട് അതിൻ്റെ പ്ലീറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴ്വശത്തും പ്ലീറ്റ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1 ഇഞ്ച് വീതിയുള്ള പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്ത്. പിന്നെ ഇതുപോലെ 1 ബട്ടണോ 2 ബട്ടണോ അല്ലെങ്കിൽ 3 ബട്ടണോ അവരുടെ ഇഷ്ടം പോലെ ഷോ ബട്ടണൂടെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ മെഷർമെൻ്റ് ആണെങ്കിൽ ഈ കൈയുടെ നീളം ഇവർക്ക് ആവശ്യമുള്ളത് 9 ഇഞ്ച് മാത്രമാണ്. 9 ഇഞ്ച് നമ്മൾ എടുക്കുമ്പം താഴെ ഒരു 1 ഇഞ്ച് പടിയൂടെ നമ്മൾ വെക്കുന്നുണ്ടല്ലോ. ആ പടിയെന്ന് പറയുന്നത് കുറച്ചിട്ട് വേണം. അപ്പോൾ നമുക്ക് 8 ഇഞ്ചോളം മതി അങ്ങനെ നോക്കുമ്പോൾ. അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടെ നമ്മൾ അഡീഷണൽ എടുക്കണം. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പഫ് തയ്ക്കാനായിട്ട്, ഇത് അതിന് ചുരുക്കിട്ട് കൊടുക്കാനായിട്ട്. എന്നാലേ അത്ര അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൈ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയില്ല. താഴ്ഭാഗത്ത് അതുപോലെ നമ്മൾ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കും. നമ്മളിങ്ങനെ ലൈനിങ് കൂടെ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള ഭാഗം അതിലൂടെ ഒരു നോച്ചിട്ട് കൊടുക്കുക, 2 സൈഡിലായിട്ട് മടക്കിയിട്ട്. അപ്പോൾ 2 ഭാഗത്തും ഈക്വലായിട്ടുള്ള പ്ലീറ്റുകൾ ഇടാൻ പറ്റും നമുക്ക്. ഇനി നമുക്ക് പ്ലീറ്റ് ഇടാനായിട്ട് തുടങ്ങാമേ. ചെറിയൊരു 1/4 ഇഞ്ച് വീതിക്കുള്ള പ്ലീറ്റുകളാണ് നമ്മളിടുന്നത്. ഓൾറെഡി ഹക്കോബയുടെ പ്യുവർ കോട്ടൺ ഹക്കോബ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയാണ്. അതുകൊണ്ട് ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുന്നതാണ് ബെറ്റർ. അപ്പം നമ്മൾ 1/4 ഇഞ്ച് മാത്രം വീതിയുള്ള പ്ലീറ്റുകൾ നമ്മൾ നോച്ചിട്ട് കൊടുത്തില്ല, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ടിക്ടാക് ബ്യൂട്ടി ക്രിയേഷൻ എന്നുള്ള ചാനലിൽ കയറി നോക്കിയാൽ ഞാൻ കുറേയധികം വീഡിയോസ് സ്റ്റിച്ചിങ്ങിൻ്റെ ഇട്ടിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് നൈറ്റുകളുടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനത്തിന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം പറ്റിയൊരു മേഖലയാണ്. പ്രത്യേകിച്ച് ലേഡീസിന്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാതെ, ലേഡീസിനൊന്നും ആക്ച്വലി ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകില്ല. കാരണം അതുപോലെ അവർക്ക് ഒരുപാട് ജോലികൾ വീട്ടിലുണ്ടാവുമല്ലോ. എന്നാലും അതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ചെറിയൊരു വരുമാനത്തിന്, അല്ലെങ്കിൽ തന്നെ നമുക്ക് തന്നെ തയ്ച്ചിടാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ കണ്ടാൽ വളരെ ഉപകാരപ്പെടും. അപ്പം നമ്മൾ കൈയുടെ മുകൾ ഭാഗത്ത് പ്ലീറ്റ് ഇട്ട്, അപ്പോൾ ഉണ്ടോ ഇങ്ങനെ പഫ് പോലെ ഒരു പൊങ്ങി വന്നുണ്ടോ. എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ 4 ഇഞ്ച് സാധാരണ കൈയുടെ നീളത്തേക്കാൾ 4 ഇഞ്ച് കൂടെ പഫിന് വേണ്ടിയിട്ട് അഡീഷണൽ ഇട്ട് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ താഴ്ഭാഗത്ത് അതേപോലെ തന്നെ നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡിലും ഒരേ ഈക്വലായിട്ട് 2 വശത്തേക്കും നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്.
സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ഈ വീഡിയോസ് ഒന്ന് കയറി കാണണേ. ആദ്യമൊന്നും തയ്ക്കുമ്പോൾ ഒത്തൊന്നും വരികയില്ല, എന്നാലും കുറേ അധികം തയ്ച്ച് കഴിയുമ്പോൾ എന്താണെങ്കിലും ശരിയാകും. ആരും ജനിക്കുമ്പോഴേ എല്ലാം പഠിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പം നമ്മൾ ഇതിന് പടിയടിക്കാനായിട്ട് ഞാനൊരു 3 ഇഞ്ച് വീതിക്കുള്ളൊരു ഇതാണ് എടുത്തിട്ട്. ഹക്കോബ തുണിയായതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ എല്ലാ അകവും പുറമെല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പം നമ്മളത് പുറത്തും തയ്ച്ചിട്ട് അകത്തേക്ക് മടക്കുകയാണേ. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അകത്തേക്ക് മടക്കി ഒരു ഇഞ്ച് വീതിക്ക് മടക്കി അകത്തേക്ക് മടക്കിയാണ് തയ്ക്കുന്നത്. ആദ്യം നമ്മളൊന്ന് ഈ പടിയൊന്ന് അറ്റാച്ച് ചെയ്തു, ശേഷം തിരിച്ചു മടക്കി 1 ഇഞ്ച് വീതിക്ക് മടക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ മടക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. 1 ഇഞ്ചാണ് വീതിയെങ്കിൽ 1 ഇഞ്ച്, അല്ലെങ്കിൽ 1/4 ഇഞ്ച് മതി. 1/4 ഇഞ്ച് വേണ്ടി 1/4 ഇഞ്ച്, 1/2 ഇഞ്ച് എടുക്കേണ്ടവർക്ക് 1/2 ഇഞ്ച് എടുക്കാം. അത് ഓരോരുത്തരുടെ യുക്തി പോലെ ചെയ്യുക. ഞാനിവിടെ 1 ഇഞ്ചാണ് എടുക്കുന്നത്. നല്ല വശത്താണ് ഞാൻ നല്ലതായിട്ട് തയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം അടിഭാഗത്ത് അത് കറക്റ്റായിട്ടുള്ള മടക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം തയ്യൽ വീഴാതെയോ തയ്യൽ കയറിപ്പോവുകയൊന്നും ചെയ്യത്തില്ല. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളത് പടി അടിച്ചു കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ കൈ. ഇച്ചിരി സ്വല്പം ഒന്ന് മെനക്കെട്ടാൽ ഒരു സാധാരണ കൈ അതിന് നമ്മൾ വളരെ ഭംഗി ആക്കി തീർക്കാൻ പറ്റും. ഇനി നമ്മളവിടെ അതിൻ്റെ സെൻറ്റർ മടക്കിയതിന് ശേഷം ഒരു മാർക്ക് കൊടുക്കുകയാണ്. മാർക്ക് വെച്ചിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ടും നമ്മൾ ഷോ ബട്ടൺ തയ്ച്ച് ചേർക്കുകയാണ്. ഇനി ആരെങ്കിലും സാരി ബ്ലൗസ് തയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതുപോലെ തയ്ച്ച് നോക്കണേ. അത് മാർക്ക് ചെയ്തതിന് ശേഷം 2 സൈഡിലേക്കും നമ്മൾ ഷോ ബട്ടൺ നമ്മൾ കൈ കൊണ്ടാണ് നൂല് സൂചി എടുത്ത് അത് തയ്ച്ച് ചേർക്കുകയാണ്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ലൈക്ക് ചെയ്തവർക്കും ഒത്തിരി താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. ചിലരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. അങ്ങനെ ഇഷ്ടമില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നത് എൻ്റെ ചാനലിനെ അത് ദോഷമായിട്ട് ബാധിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.